ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാറ്റഗറീസിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങളുടെ ചാനൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിന് മോണിറ്റൈസേഷൻ ലഭിക്കില്ല. യൂട്യൂബ് ആഡ്സെൻസ് ക്യാൻസൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു റവന്യൂ കിട്ടുക എന്നുള്ളൊരു കാര്യം നോക്കുകയേ വേണ്ട. യൂസ്ഡ് കണ്ടന്റ് വരുന്നത് ഡയറക്റ്റ് മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതിലൂടെ മാത്രമല്ല. ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും യൂട്യൂബ് വാണിംഗ് ആയിട്ടൊന്നും നിങ്ങളെടുത്ത് പറയില്ല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ മോണിറ്റൈസേഷൻ കിട്ടാൻ സാധ്യതയില്ലാത്ത ചാനൽസിന്റെ കാറ്റഗറീസിനെ കുറിച്ചിട്ടാണ്. അതായത് ഈ ഒരു കാറ്റഗറിയിലാണ് നിങ്ങളുടെ ചാനൽ വരുന്നതെങ്കിൽ ഒരു കാലത്തും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുന്നതായിരിക്കില്ല. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് വൈകാതെ നോക്കിയാലോ. ഈ കാറ്റഗറീസിൽ വരുന്ന ചാനലുകൾക്ക് യൂട്യൂബ് ആഡ്സെൻസ് ക്യാൻസൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു റവന്യൂ കിട്ടുക എന്നുള്ളൊരു കാര്യം നോക്കുകയേ വേണ്ട. യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നവരാണ് അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ബിഗിനേഴ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് ഈ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ലഭിക്കാൻ ചാൻസ് ഇല്ലാത്ത കാറ്റഗറീസ് എന്നുള്ളത്. കാരണം ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും യൂട്യൂബ് വാണിംഗ് ആയിട്ടൊന്നും നിങ്ങളെടുത്ത് പറയില്ല ഈ ഒരു കാറ്റഗറീസ് നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല, ഇതിൽ വീഡിയോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതൊന്നും. നിങ്ങൾക്ക് വ്യൂസ് ആയി സബ്സ്ക്രൈബേഴ്സ് ആയി ഇതിനുശേഷം നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യല്ലോ. അതേ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു ടൈപ്പ് കണ്ടന്റ് നിങ്ങൾ എടുത്തത് കൊണ്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവാൻ പോകുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് എന്താ നല്ലത്, ഈ കാര്യങ്ങളൊക്കെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അറിഞ്ഞിരിക്കുന്നതല്ലേ. ഈ ഒരു കാറ്റഗറിയിൽ ആദ്യം തന്നെ പറയാനുള്ളതാണ് റീയൂസ്ഡ് കണ്ടന്റ്. ഈ ഒരു വേർഡ് കേൾക്കുന്ന സമയത്ത് കുറെ ആൾക്കാരും ഈ ഒരു റീയൂസ്ഡ് കണ്ടന്റ് ചെയ്യുന്നില്ലല്ലോ, നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസ് ഒന്നും എടുത്തിട്ട് അതേപടി അപ്ലോഡ് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ കരുതാം. പക്ഷെ ഈ ഒരു റീയൂസ്ഡ് കണ്ടന്റ് വരുന്നത് ഡയറക്റ്റ് മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതിലൂടെ മാത്രമല്ല. നിങ്ങൾ ഏതെങ്കിലും മൂവിയുടെ ക്ലിപ്പ് അല്ലെങ്കിൽ വെബ് സീരീസിന്റെ ക്ലിപ്പ് അതും അല്ലെങ്കിൽ മറ്റൊരാളുടെ വീഡിയോസിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഒക്കെ എഡിറ്റ് ചെയ്ത് ഒന്നാക്കിയിട്ട് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെയുള്ള വീഡിയോസിന് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കില്ല. അപ്പോഴും നിങ്ങൾ കരുതും നമ്മൾ അതേപടി എടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്നും എഡിറ്റ് ഒന്നും ചെയ്യാതെ അപ്ലോഡ് ചെയ്യല്ലോ ചെയ്തത്, നമ്മുടേതായ രീതിയിൽ നമ്മൾ അതിനെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ സൗണ്ട് കൊടുത്തിട്ടുണ്ട്, എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ എഫേർട്ടിൽ നമ്മൾ ചെയ്തത് കൊണ്ടല്ലേ നമ്മൾ അപ്ലോഡ് ചെയ്യാനിട്ടത്. അപ്പോഴതിന് മോണിറ്റൈസേഷൻ ലഭിക്കേണ്ടതല്ലേ എന്നുള്ളത്. ഒരിക്കലും അത് നടക്കില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതാണെങ്കിലും അത് മറ്റൊരാളുടെ കാര്യങ്ങളാണ്, മറ്റൊരാളുടെ വീഡിയോസ് ആണ്. അത് നിങ്ങൾ എടുത്തിട്ട് എത്ര എഡിറ്റ് ചെയ്ത് നിങ്ങളത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അല്ല അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും അതിന് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്ന വീഡിയോസിന്റെ ചാനലിന് മോണിറ്റൈസേഷൻ ലഭിക്കില്ല. നിങ്ങളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് അതിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീഡിയോസ് ആയിരിക്കണം അത്. ഇവിടുന്ന് കോപ്പി അടിച്ച് അതിൽ എഡിറ്റിങ്സ് ഒക്കെ ചെയ്തിട്ട് അതൊരിക്കലും പോസ്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ പണ്ടൊക്കെ റീയൂസ്ഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 30 ഡേയ്സ് കഴിഞ്ഞ് അത് റീഅപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇപ്പോഴത്തെ യൂട്യൂബ് പോളിസി അനുസരിച്ചിട്ട് 90 ദിവസത്തിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് റീഅപ്ലൈ ചെയ്യാൻ സാധിക്കൂ. ഇനി കോപ്പിറൈറ്റ് ഫ്രീ ഫൂട്ടേജിന്റെ കാര്യം പറയാം. അതായത് കോപ്പിറൈറ്റ് ഇല്ലാത്ത ഫൂട്ടേജസ് ഒക്കെ ഇവിടുന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിൽ AI-യുടെ വോയിസും കൂടി കൊടുത്ത് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാനിടും. അതിന് വ്യൂസ് ഒക്കെ കിട്ടുമായിരിക്കും, സബ്സ്ക്രൈബേഴ്സും കൂടുമായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ചാനൽസിന് ഒരിക്കലും മോണിറ്റൈസേഷൻ ലഭിക്കില്ല. കാരണം ഇത് നിങ്ങളുടെ വോയിസ് അല്ല, AI വോയിസ് ആണ്. അതുപോലെ കോപ്പിറൈറ്റ് ഫുട്ടേജസ് ആണെങ്കിൽ പോലും ഇതിൽ നിങ്ങളുടെ വോയിസ് വരാത്തത് കൊണ്ട് തന്നെ ആ ചാനലിന്, അങ്ങനെ വീഡിയോസ് ചെയ്യുന്ന ചാനൽസിന് ഒരു കാരണവശാലും മോണിറ്റൈസേഷൻ ലഭിക്കില്ല. ഇതും റീയൂസ്ഡ് കണ്ടന്റ് കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. ഇതേ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ചാനലിനെ തന്നെ എഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ അത് സ്പാം ആയി പോകും. അതുകൊണ്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഈ കാറ്റഗറീസിൽ അടുത്തതായിട്ട് പറയാനുള്ളതാണ് ഡേഞ്ചറസ് ആൻഡ് ഹാംഫുൾ കണ്ടന്റ്. ഈ ഫേക്ക് പ്രാങ്ക് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവില്ലേ? നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് തന്നെ കണ്ടിട്ടുണ്ടാവും. റോഡിലൂടെ ഒരാൾ നടന്നു പോകുന്നു, അവരറിയാതെ അവരെ പറ്റിച്ചിട്ട് അവരതിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും. അതിനുശേഷം അവരുടെ മുന്നിൽ പോയിട്ട് പറയും ഇത് പ്രാങ്ക് ആണ്, അവിടെ ക്യാമറയുണ്ട് ഇവിടെ ക്യാമറയുണ്ട് എന്നുള്ളതൊക്കെ. ഇങ്ങനെ വീഡിയോസ് ചെയ്തിട്ട് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ഇനി മോണിറ്റൈസേഷൻ ലഭിക്കില്ല. ഈ കൂട്ടത്തിൽ തന്നെ വരുന്നതാണ് സ്റ്റണ്ടിങ് വീഡിയോസ്, അതുപോലെ സെൽഫായിട്ട് ഹാം ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ്, അതുപോലെ ഓൺലൈനിലൂടെ എങ്ങനെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം,
അത് വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും തംബ്നെയിൽ പോലും ഇങ്ങനെയുള്ളതൊന്നും കൊടുക്കാൻ പാടില്ല. അതായത് മറ്റുള്ളവരെ പറഞ്ഞ് നമ്മൾ പറ്റിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും വീഡിയോസ് ചെയ്യാൻ പാടില്ല, തംബ്നെയിൽ കൊടുക്കാനും പാടില്ല. ഇങ്ങനെയൊക്കെ തംബ്നെയിലൊക്കെ കൊടുത്ത് വീഡിയോസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ചാനലിനും യൂട്യൂബ് മോണിറ്റൈസേഷൻ തരില്ല. ഇനിയുള്ളത് അഡൽട്ട് ആൻഡ് സെക്ഷൽ കണ്ടന്റ് ആണ്. അതായത് തംബ്നെയിൽ സെക്സ് ഇമേജസ് കൊടുക്കുന്നത്, അവർ കണ്ടന്റ് ആയിട്ട് കൂടുതൽ സെക്ഷൽ പരമായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ചാനൽസിനൊന്നും യൂട്യൂബ് മോണിറ്റൈസേഷൻ കൊടുക്കുന്നില്ല. അപ്പോഴും നിങ്ങൾ ചിന്തിക്കും A+ വീഡിയോസ് അബവ് 18 ഒക്കെ ഉള്ള 18 ഇയേഴ്സിന്റെ ഒക്കെ ഉള്ള വീഡിയോസ് യൂട്യൂബിൽ വരുന്നുണ്ടല്ലോ എന്നുള്ളത്. ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ അബവ് 18 അഡൽട്ട് പ്ലസ് കാറ്റഗറിയിലോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അഡൽട്ട് പ്ലസ് കാറ്റഗറിയിലോട്ട് പോയ ചാനലിന് പരസ്യം ഉണ്ടാവില്ല. പരസ്യം ഇല്ലാണ്ടിരുന്നാൽ എന്താവും സംഭവിക്കുക, അവിടെ റവന്യൂ കിട്ടില്ല. അങ്ങനെയുള്ള ചാനൽസിനെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പം മോണിറ്റൈസേഷൻ ഉണ്ടായിട്ടും റവന്യൂ കാര്യങ്ങളൊന്നും ലഭിക്കില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പരസ്യം ഇല്ലാത്തൊരു ചാനൽ പ്രവർത്തിക്കുന്ന സമയത്ത് അത് യൂട്യൂബ് മോണിറ്റൈസേഷൻ ക്യാൻസൽ ചെയ്യാൻ വരെ സാധ്യതയുണ്ട്. പിന്നെ ബെറ്റിംഗ് റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്നതും യൂട്യൂബ് അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ മോണിറ്റൈസേഷൻ കൊടുക്കൂല. അതായത് ബെറ്റിംഗ് പഠിപ്പിക്കുന്നത്, പിന്നെ ഓൺലൈനായിട്ട് ഗെയിം കളിച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെയാണ് നിങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനും യൂട്യൂബ് മോണിറ്റൈസേഷൻ കൊടുക്കുന്നില്ല. അടുത്ത് പറയാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, മൾട്ടിപ്പിൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക്. ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടാവും? ഈ ഒരു സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ചാനൽ തന്നെ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടേക്കാം. ഒരു തവണ ചാനൽ ടെർമിനേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്തൊരു ചാനൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് അത്രയും പെട്ടെന്നൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അടുത്ത് പറയുന്നത് നിങ്ങൾ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടാവും എന്നറിയില്ല, ഒരുപാട് ടെക്സ്റ്റുകളൊക്കെ യൂസ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള വീഡിയോസിനൊന്നും യൂട്യൂബ് മോണിറ്റൈസേഷൻ കൊടുക്കുന്നില്ല. അതായത് ഇവിടെ നിങ്ങളുടേതായിട്ടുള്ള ഒരു എഫേർട്ടും കൊടുക്കുന്നില്ലല്ലോ. എന്താണെന്നൊരു ഹ്യൂമൻ എഫേർട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് യൂട്യൂബ് മെയിനായിട്ട് മോണിറ്റൈസേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വെറുതെ കുറേ ടെക്സ്റ്റ് കൊടുത്തു അല്ലെങ്കിൽ കുറേ ടെംപ്ലേറ്റ്സ് കൊടുത്തു, അത് മൂവിങ് ആണ് എന്ന് കരുതിയിട്ട് അങ്ങനെ നിങ്ങളുടെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ ഇനി ആ ഒരു അബദ്ധം ചെയ്യരുത്. അങ്ങനെയുള്ള ചാനൽസിനും യൂട്യൂബ് മോണിറ്റൈസേഷൻ കൊടുക്കുന്നില്ല. ഇത് കുറേ ആൾക്കാർ ചെയ്ത് വരുന്നൊരു കാര്യമാണ്, വെറുതെ അങ്ങ് ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് അപ്ലോഡിനിടുന്നത്. അതായത് അവർ ജസ്റ്റ് ഒന്ന് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ കരുതി, അല്ലെങ്കിൽ ഒരു വ്ളോഗ് പോലെയൊക്കെ ഷൂട്ട് ചെയ്യണം എന്ന് കരുതിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം ഒന്ന് ടൗണിൽ പോകുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകുന്നത്, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നത്, ഷോപ്പിങ്ങിന് പോകുന്നത്, അതിങ്ങനെ വെറുതെ പോകുന്നതിനനുസരിച്ചിട്ട് ക്യാമറയിൽ അങ്ങനെ ഷൂട്ട് ചെയ്ത് അത് നേരെ അങ്ങ് അപ്ലോഡിനിടും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മുടെ ഒരു എഫേർട്ട് അവിടെ വരുന്നില്ല അല്ലേ. ജസ്റ്റ് വീഡിയോ എടുക്കുന്നു, അതങ്ങ് അപ്ലോഡിനിടുന്നു. അവിടെ എന്താണ് ഒരു എഡിറ്റിംഗ് ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു വോയിസ് വരുന്നില്ല. അങ്ങനെയൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയുള്ള ചാനൽസിനും യൂട്യൂബ് മോണിറ്റൈസേഷൻ കൊടുക്കുന്നില്ല. അവിടെ എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ളൊരു എഫേർട്ട് നമ്മളവിടെ കാണിക്കണം. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഇല്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തിയിരിക്കണം. അല്ലാതെ വെറുതെ വീഡിയോസ് ഒക്കെ ചെയ്തു, വ്യൂസ് കിട്ടി, സബ്സ്ക്രൈബേഴ്സ് കിട്ടി, പക്ഷെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മോണിറ്റൈസേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും. പിന്നെ ഇതുപോലെ ചാനലൊക്കെ ടെർമിനേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ ചാനലിനെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി അല്ലെ ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. യൂട്യൂബിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങും എത്താൻ പറ്റാതെ സ്റ്റക്കായിട്ട് മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയാസ് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ₹1 പോലും നിങ്ങൾ മുടക്കേണ്ട ആവശ്യമില്ല. തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതോ ഈ ഒരു ഗ്രൂപ്പിൽ മെമ്പർ ആവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എൻ്റെ ചാനലിൽ കുറച്ച് യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കൂടി ഒന്ന് കണ്ടു നോക്കണേ. അതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു യൂട്യൂബ് ടിപ്പ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.